ഇതാ ഇതെന്താണെന്ന് മനസ്സിലായോ? തേങ്ങയാണേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെളിദേശത്തൊക്കെ ഉള്ളപ്പോഴേ അവർക്കൊക്കെ തേങ്ങ കൊടുത്തു വിടാനും വേണ്ടിയുള്ള ഒരു വിദ്യയാണ്. ഇതിങ്ങനെ തിരുമ്മിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് വേണ്ടിയാ. കണ്ടോ, എളുപ്പം നമ്മളിങ്ങനെ പൊടിയായിട്ട് തിരുമ്മി എടുത്തേണ്ട എളുപ്പം ഉണങ്ങി കിട്ടുമേ. നമുക്കിത് ഒന്ന് ഉണക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് നോക്കാനാ, കൂട്ടാനൊക്കെ ഇട്ട് കഴിയുമ്പോ. ഇത് ഞാൻ വെയിലത്ത് കൊണ്ടെന്ന് വെച്ചെന്ന ഉണക്കട്ടെ. ഇതാ തേങ്ങാപ്പീര കണ്ടോ, നല്ലപോലെ ഉണങ്ങി കിട്ടി കേട്ടോ. ഇന്നലെ ഒറ്റ ദിവസത്തെ വെയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് ഞാൻ അല്പം വായി വെച്ച് നോക്കി കേട്ടോ, നല്ല മധുരമാണ്. ഇനി തോരനകത്തിട്ട് കഴിയുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളൊന്ന് നോക്കുവല്ലേ. കാന്താരിമുളക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാര്യം തേങ്ങാപ്പീരയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. തോരൻ എടുക്കുന്ന ഓമയ്ക്കയാണ് കേട്ടോ. ഓമയ്ക്ക ഇതുപോലെ കുത്തി അരിഞ്ഞെടുത്തതാണ്. ഓമയ്ക്ക എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ തേങ്ങാപ്പീര ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ മതിയാവും. എല്ലാം നമ്മുടെ പരീക്ഷണങ്ങളാണല്ലോ. എന്തായാലും ഓഫാക്കാം. വെന്തിട്ടുണ്ട് ഇത്. ഞാൻ തോരനെടുത്തതിന്റെ ബാക്കി തേങ്ങയെ ഇതേപോലെ ഒരു ഡബയ്ക്കകത്ത് അടച്ചു വെക്കുകയാണ്. വെളി തന്നെയാണ് വെക്കുന്നത്, കാര്യം ഇതൊന്നും അറിയാനാണ് എത്ര ദിവസം നമുക്ക് വെളി വെച്ചാൽ കേടാകാതിരിക്കുമെന്ന്. നമുക്ക് തേങ്ങ ഇവിടെ ഉള്ളതുകൊണ്ട് ബാക്കി ഇനി ഞാൻ നമ്മുടെ തേങ്ങ തന്നെ പച്ചക്കെടുത്ത് ഞാൻ എല്ലാത്തിനും എടുത്തുള്ളൂ. ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനല്ല. അപ്പൊ എത്ര ദിവസം ഇത് വെളി ഇരിക്കുന്നു എനിക്ക് നോക്കണം. ഇടയ്ക്ക് ഞാൻ പറയാം, കേടാകുന്ന സമയം വെക്കാൻ പറയാം കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓമയ്ക്ക വെന്ത് കെട്ടി. ഇത് പക്ഷെ നമ്മുടെ തേങ്ങാപ്പീര കിടക്കുന്ന പോലെ തന്നെയാണ് കണ്ടത്, ഒരു വ്യത്യാസവും ഇല്ല. അതിന്റെ ടേസ്റ്റ് നോക്കിയില്ല, മധുരം വല്ലതും കാണുമോ. ഭയങ്കര എരിയാ കേട്ടോ. തേങ്ങാപ്പീര അല്പം വരെ വെച്ചപ്പോ നല്ല മധുരം. അതിന് ഞാന് കാന്താരി ഇച്ചിരി കൂടുതൽ ഇട്ടു. അയ്യോ, ഭയങ്കര എരിയ. പക്ഷെ തേങ്ങാപ്പീരയുടെ മധുരത്തിന്റെ ഒന്നും അറിയാനില്ല. ഒരു ഇച്ചിരി വ്യത്യാസമില്ല. പക്ഷെ വെളിച്ചെണ്ണയുടെ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ തോന്നുന്ന പോലെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു. ഇതേപോലെ തേങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുവിടാൻ പറ്റും കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും തേങ്ങ കിട്ടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വിലയുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യാവുന്നതാണ്.